മാന്യ സദസ്സിന് നമസ്കാരം. വിശ്വശില്പിയായ മൈക്കലാഞ്ചലോ ഒരിക്കൽ പറഞ്ഞു, ഈ കല്ലിൽ ഞാനൊരു ദേവതയെ കാണുന്നു. അത് പുറത്തു വരുവോളം ഞാൻ അതിനെ കൊത്തിക്കൊണ്ടേയിരിക്കും. വിശ്വശില്പിയായ സർവശക്തനായ ദൈവം കുടമാളൂരിൽ പിറന്ന ഒരു പെൺകുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു. അത് പുറത്തു വരുവോളം ഞാൻ അതിനെ കൊത്തിക്കൊണ്ടേയിരിക്കും. അതെ, ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസ. അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരുവാൻ, വിശുദ്ധ അനുകരണത്തിന്റെ അഗ്നി കൊളുത്തുവാൻ ബലിപീഠത്തിന്മേൽ ഉയർത്തിവെക്കപ്പെട്ട പൊൻവിളക്ക്. പരിധിയില്ലാത്ത സ്നേഹവും പരാതികളില്ലാത്ത സഹനവുമാണ് വിശുദ്ധ അൽഫോൻസയെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് എത്തിക്കുവാൻ കൂട്ടായത്. എല്ലാറ്റിനെയും കൈക്കലാക്കുവാൻ ആധുനിക മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കണമെന്ന അതിയായ ആഗ്രഹത്താൽ അവൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. അപരന്റെ വേദനയും അവന്റെ ആവശ്യങ്ങളും കാണാനാവാത്ത വിധം ആധുനിക മനുഷ്യന്റെ കാഴ്ച മങ്ങുമ്പോൾ വേദനയുടെ വേനൽ ചൂടിൽ മനുഷ്യ ഹൃദയങ്ങളിൽ കുളിർമഴയായി പെയ്തിറങ്ങുവാൻ വിശുദ്ധ അൽഫോൻസിയെ പ്രേരിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രഭാവം ഇന്ന് നമ്മെ വെല്ലുവിളിക്കുന്നു. ഇന്ന് മാതാപിതാക്കൾ അന്യരായി മാറുകയും സ്വന്തം ബന്ധങ്ങളെ പോലും അനുഭൂതിയുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും സ്നേഹബന്ധങ്ങളിൽ പാപത്തിന്റെ വിഷവിത്ത് ഒളിഞ്ഞിരിക്കുകയും അപരന്റെ ജീവന്റെ കാവലാകേണ്ടവർ കൊലയാളികളായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈശോയോടുള്ള നിസ്വാർത്ഥ സ്നേഹത്താൽ തന്നെ വേദനിപ്പിച്ചവരെ പോലും കരുണയുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അമ്മയ്ക്ക് സാധിച്ചു. സഹനമാണ് അവളുടെ ജീവിത മാതൃക. സഹനം എന്ന താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്നവളാണ് വിശുദ്ധ അൽഫോൻസ. അമ്മയൊരിക്കൽ പറയുകയുണ്ടായി, മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെക്കിഞ്ഞെരിച്ച് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ അവ വീര്യമുള്ള വീഞ്ഞായി മാറുന്നു. അതുപോലെ ക്ലേശതകളും കഷ്ടതകളും നിറഞ്ഞ നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നാമും ആത്മവീര്യമുള്ളവരായി മാറുന്നു. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി താൻ നൊന്തുപെറ്റ കുഞ്ഞിനെയും മാതാപിതാക്കളെയും സഹപാഠികളെ പോലും ഇല്ലാതാക്കാൻ മടിയില്ലാത്ത ആധുനിക സമൂഹത്തിലാണ് നാം ഇന്ന്. സ്വാർത്ഥത നിറഞ്ഞ മനസ്സോടെ ആധുനികതയുടെ ചിറകിലേറി മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അവിടെ അന്യം നിന്നു പോകുന്നത് ദൈവികതയും മനുഷ്യത്വവുമാണ്. ഇവിടെയാണ് പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്, കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും എന്ന അൽഫോൻസാമ്മയുടെ വാക്കുകൾ നാം സ്മരിക്കേണ്ടത്. തനിക്ക് ലഭിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ അമ്മ സന്തോഷം കണ്ടെത്തി. ഭാരതീയന്റെ വിശ്വാസ വഴിയിൽ വിശുദ്ധ അൽഫോൻസാമ്മ എന്നും ഒരു മാതൃകയാണ്. നമ്മുടെ സഹനങ്ങളെയും ദുഃഖങ്ങളെയും ക്രൂശിതന്റെ കുരിശോട് ചേർത്ത് അമ്മയെ പോലെ നമുക്കും സ്വർഗരാജ്യം പ്രാപിക്കും. ഏവർക്കും അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. JCMN.